പൂമരം എന്ന ഒരൊറ്റ സിനിമയിലൂടെ മലയാളി മനസ്സുകളിൽ ഇടം നേടിയ നടിയാണ് നീത പിള്ള എന്ന തൊടുപുഴക്കാരി. പൂമരം എന്ന സിനിമ അത്ര വലിയ വിജയം സമ്മാനിച്ചില്ലെങ്കിലും ഞാനും എൻ്റെ ആളും എന്ന പാട്ട് ഇന്നും ആരാധക ഹൃദയങ്ങളിലുണ്ട്. ചിത്രത്തിലെ നായകനായ കാളിദാസ് ജയറാം അതിനുശേഷം നിരവധി സിനിമകളിലൂടെ സജീവ സാന്നിധ്യമായി നിന്നുവെങ്കിലും നായികയായ നീത പിള്ളയെ എങ്ങും കണ്ടില്ല. പിന്നീട് 2 വർഷത്തോളം നീണ്ട ഇടവേളകളിട്ട് ഇതുവരെ 3 ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച നീത തങ്കമണി എന്ന ദിലീപ് ചിത്രത്തിലൂടെ നായികയായാണ് ഇപ്പോൾ തിളങ്ങുന്നത്. സൗന്ദര്യവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും നീതയുടെ കരിയർ വേണ്ടത്ര തിളങ്ങാത്തതിന് പിന്നിൽ സ്വകാര്യ ജീവിതത്തിലെ പാളിച്ചകളാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തൊടുപുഴയിലാണ് നീത ജനിച്ചതും വളർന്നതും. അച്ഛൻ വിജയൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ്. അമ്മ മഞ്ജുള ഫെഡറൽ ബാങ്ക് ഉദ്യോഗസ്ഥയും. അവരുടെ 2 പെൺമക്കളിൽ മൂത്തവളായി ജനിച്ച നീത പഠിക്കാൻ മിടുക്കിയുമായിരുന്നു. അങ്ങനെയാണ് മാസ്റ്റേഴ്സ് പഠനത്തിനായി അമേരിക്കയിലെ ലാഫേറ്റയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ലൂസിയാനയിൽ എത്തുന്നത്. പെട്രോളിയം എഞ്ചിനീയറിംഗിലായിരുന്നു നീതയുടെ PG പഠനം. പഠനത്തിൽ മാത്രമല്ല ക്ലാസിക്കൽ സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ കഴിവ് തെളിയിച്ച കുട്ടി കൂടിയായിരുന്നു നീത. പഠനത്തിനിടയിലും തൻ്റെ കലാപരമായ കഴിവുകളൊന്നും നീത കൈവിട്ടിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് 2015 ഹൂസ്റ്റണിൽ വെച്ച് നടന്ന മിസ് ബോളിവുഡ് ബ്യൂട്ടി പേജന്റ് മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പായി നീത വിജയിച്ചതും. അതിനു പിന്നാലെയാണ് വിവാഹവും നടന്നത്. നടി ദിവ്യ ഉണ്ണിയുടെ 2ാം ഭർത്താവായ അരുൺകുമാർ എന്ന മുംബൈ മലയാളിയുമായിട്ടായിരുന്നു നീതയുടെ വിവാഹം. ഇരുവരും തമ്മിൽ അമേരിക്കയിൽ വെച്ചുണ്ടായ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. അവിടെ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു അരുൺ അപ്പോൾ. എന്നാൽ നീതയും അരുണുമായുള്ള ദാമ്പത്യം അധികകാലം മുന്നോട്ടു പോയില്ല. പ്രണയിച്ച് വിവാഹിതരായവരാണെങ്കിലും വൈകാതെ തന്നെ ഇരുവരും വേർപിരിയുകയും ചെയ്തു. ആ വേർപിരിയൽ നീതയെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. തൊട്ടു പിന്നാലെ നീത നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അങ്ങനെയാണ് പൂമരം എന്ന ചിത്രത്തിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കുകയും ചിത്രത്തിൽ ഇടം നേടുന്നതും. 2018 നീതയുടെ ആദ്യ ചിത്രം പൂമരം റിലീസായതിനു പിന്നാലെയാണ് വിവാഹമോചനം നേടിയ ഭർത്താവ് അരുൺകുമാർ 2ാം വിവാഹം കഴിച്ചതും. ആദ്യ വിവാഹം വേർപിരിഞ്ഞെങ്കിലും അമേരിക്കയിലെ ഹൂസ്റ്റണിൽ തന്നെ ഒരു നൃത്തവിദ്യാലയവുമായി മുന്നോട്ടു പോവുകയായിരുന്ന നടി ദിവ്യ ഉണ്ണിയെയാണ് അരുൺകുമാർ 2ാം വിവാഹം കഴിച്ചത്. പൂമരത്തിലെ പാട്ട് സൂപ്പർ ഹിറ്റായെങ്കിലും സിനിമ വേണ്ടത്ര ശ്രദ്ധ നേടിയില്ല. സുന്ദരിയും മിടുക്കിയും അഭിനയിക്കാൻ കഴിവുണ്ടായിട്ടും നീതയുടെ കരിയറിൽ വലിയ വളർച്ചയൊന്നും അതിനുശേഷം ഉണ്ടായില്ല. 2 വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ദ കുങ്ഫു മാസ്റ്റർ എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചത്. വീണ്ടും 2 വർഷം കഴിഞ്ഞ് പാപ്പൻ എന്ന സുരേഷ് ഗോപി ചിത്രത്തിൽ പോലീസുകാരിയായും എത്തി. അതേ വർഷമായിരുന്നു നീതയുടെ അനുജത്തി മനീഷ വിവാഹിതയായത്. ഇഷാൻ തോമസ് എന്ന യുവാവാണ് മനീഷയെ വിവാഹം കഴിച്ചത്. അനിയത്തിയുടെ വിവാഹ ചിത്രങ്ങൾ നീത തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ ചോദ്യമുയർന്നത് നീതയുടെ വിവാഹത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ സിനിമാ രംഗത്ത് അധികമാർക്കും അറിയാത്ത വിവരമായിരുന്നു നീതയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ചുള്ളത്. ഇപ്പോൾ ദിലീപിൻ്റെ തങ്കമണി എന്ന ചിത്രത്തിലൂടെ നീത തിരിച്ചുവരവിന് ഒരുങ്ങുമ്പോൾ അഡ്വക്കേറ്റായ സംഗീത ലക്ഷ്മണിയാണ് നീതയെക്കുറിച്ചുള്ള കുറിപ്പ് പങ്കുവച്ചത്. നടി ലക്ഷ്മി രാമകൃഷ്ണനുമായി വലിയ മുഖസാദൃശ്യമുള്ള നീത എന്തുകൊണ്ടായിരിക്കാം സിനിമയിൽ തിളങ്ങാതെ പോയത് എന്ന ചോദ്യമാണ് സംഗീത ലക്ഷ്മണ ഉന്നയിച്ചത്. സംഗീത തന്നെയാണ് നീതയുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞ കാര്യം ശരിയാണോ എന്ന തരത്തിൽ പങ്കുവച്ചതും. എങ്കിലും വിവാഹമോചന ദുരന്തത്തിൽ നിന്നും നീത പൂർണ്ണമായും വിമുക്തയായിട്ടില്ല എന്ന് തോന്നുന്നു. അതിമനോഹരമായ പുഞ്ചിരിയെങ്കിലും നീതയുടെ കണ്ണുകളിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ശോകമുഖഭാവം അതുകൊണ്ടാണോ എന്ന് പറഞ്ഞാണ് സംഗീത ലക്ഷ്മണയുടെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.